ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇതിൻ്റെ എല്ലാം 860 അല്ലേ, 860 ആ ഒരു റേറ്റിലാണ് ഇതിൻ്റെ എല്ലാം ഒറിജിനൽ പ്രൈസ്. 425 അതാണ് ഇപ്പോഴത്തെ റേറ്റ്. പല രാജ്യങ്ങളിൽ ഇരുന്ന് പല ഇതുള്ളവർ കേൾക്കുന്നതാണ് എൻ്റെ വർത്തമാനം ഭാഷയും കേട്ടിട്ടോ. ഇവള് എന്തൊരു നാട്ടുകാരി സെറ്റും കൂടെ കാണിക്കാനുണ്ട്. ബാറ്ററി നിൽക്കുമോ എന്നെ പറയട്ടെ, തന്നെ പറയും തന്നെ ചിരിക്കും അല്ലേ, അങ്ങനല്ലേ? നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബെല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ റിഡക്ഷൻ സെയിലിൻ്റെ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് സെയിലിൻ്റെ 2ാം പാർട്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ സെയിൽ കാണിച്ചിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഏറ്റവും അവസാനം വീഡിയോ പ്രൈവറ്റ് ആക്കിയാലെന്ന് ചോദിച്ചു. കാരണം വെറുതെ ഇങ്ങനെ ആൻസർ കൊടുത്ത് മടുക്കുമായിരുന്നു. അപ്പം അതിന് എന്തുമാത്രം ആവശ്യക്കാരുണ്ടെന്ന് മനസ്സിലായി. ഇപ്പം ആ ഏകദേശമൊക്കെ ആ റേറ്റ് 425 തോന്നുന്നു. എല്ലാത്തിനും ഏകദേശം ആ മോഡലൊക്കെ തന്നെയാണ്. ഡിസൈൻ വ്യത്യാസപ്പെട്ടുള്ള സാരി. ഇതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. ഇത് എന്നാ പറഞ്ഞേ, ഇതൊരിക്കലും ഇരുന്ന് പഴകിയതോ പഴയതോ ആയ സാരിയല്ല, പുതുപുത്തൻ സാരികൾ തന്നെയാണ്. ഇത് നമ്മൾ ഓൺലൈൻ ഉള്ളതുകൊണ്ട് അറിയാം, നമുക്ക് ഒരു പീസോ 2 പീസോ ഒരു ലോട്ടോ 2 ബണ്ടിലോ ഒന്നും ആയിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമ്മൾ ആൾക്കാരുടെ ആവശ്യകത അനുസരിച്ച് റീസ്റ്റോക്കൊക്കെ ഒത്തിരി വന്നിട്ട് മിച്ചം വരുന്ന ഒരു സിംഗിൾ പീസ് ആയിട്ടുള്ള ഐറ്റംസാണ് നമ്മളിങ്ങനെ ഡിസ്കൗണ്ട് ആയിട്ടുള്ളത്. സിംഗിൾ പീസേ ഉള്ളൂ ഇതിന്. അപ്പോൾ ഓർക്ക് ഈ ഒരു സാരിക്ക് ഈ ഒരു സാരി മാത്രമേ ഉള്ളൂ. ഈ സാരിക്ക് വേറൊരു സാരി ഇല്ല. ഓൺലൈൻ നമ്മൾ സാധാരണ കാണിക്കുമ്പോൾ ഒരു സാരിക്ക് തന്നെ ഒത്തിരി എണ്ണം കാണും. ചിലപ്പം 5 എണ്ണം കാണും, 10 എണ്ണം കാണും, 25 എണ്ണം കാണും, 50 എണ്ണം കാണും. സാരിയുടെ ആവശ്യകത അനുസരിച്ച് അത്രയും കാണും. ഇത് പക്ഷേ ഈ ഒരൊറ്റ പീസേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ അപ്പം തന്നെ പൈസ ഇട്ട് ബുക്ക് ചെയ്യുക. ഹോൾഡ് ചെയ്യത്തില്ല. 5 മിനിറ്റ് കൂടുതൽ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. ആർക്കും വേണ്ടി ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല. വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എൻക്വയറി നടത്തി, അതായത് എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്യേണ്ടതെന്ന് ആരൊക്കെ ചോദിച്ചിട്ടൊക്കെ കണ്ടു. ഇത് ബുക്ക് ചെയ്യേണ്ട സ്ക്രീൻഷോട്ടിൽ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റത്തിൻ്റെ എന്താ എടുക്കണ്ടേ, സ്ക്രീൻഷോട്ടിൽ എടുക്കാനോ സ്ക്രീനിൽ എന്ന് പറഞ്ഞപ്പോഴേ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റത്തിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക. ഇപ്പോൾ ഈ സാരിയാണ് വേണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോ എടുത്ത് അയക്കുക. എന്നിട്ട് ഇത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കുക. അവൈലബിൾ ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. ഇതിൻ്റെ റേറ്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് 50 രൂപ അല്ല 60 രൂപ ഷിപ്പിംഗ് ചാർജ് കൂട്ടി നിങ്ങൾ ഗൂഗിൾ പേ നമ്പരും തരും. ആ ഗൂഗിൾ പേ നമ്പറിലേക്ക് അയച്ചിട്ട് ആ ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അഡ്രസ്സും കൂട്ടി അയച്ചു കൊടുത്താൽ മതി. അത്ര മാത്രമേ ഉള്ളൂ. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയത്തില്ലെങ്കിൽ മാത്രം ഈ സാരിയുടെ കൂടെ ഒരു നമ്പരും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില ഇപ്പം 425 1 എന്ന് എഴുതിയിട്ടുണ്ട്. 1 എൻ്റെ നമ്പർ. ഇന്നത്തെ ഇത്ര ഡേറ്റിലെ വീഡിയോയിൽ 1ാമത് കാണിച്ച സാരി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാമായിട്ടും അതെടുക്കാൻ അയച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ആദ്യം നോക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ പോയി ആ വീഡിയോയ്ക്കകത്ത് അതേതാണെന്ന് നോക്കേണ്ടി വരും. അതുകൊണ്ട് അത്ര ഡിലേ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് മറുപടി കിട്ടാതെ പോകും. അതുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പറ്റുമെങ്കിൽ അയക്കുക. അത്രമേൽ അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് 1ാമത്തെ സാരി. ഒരു മുന്തിരി കളർ സാരി കേട്ടോ. നല്ല സാരിയാണ്. നിങ്ങൾക്ക് ഡെയിലി വെയറിന് ഈ വിലയ്ക്ക് 425 രൂപയൊക്കെ റേറ്റിന് ഒത്തിരി നല്ല സാരിയാണ്. ഇതിന് റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവും വരത്തില്ല. കാരണം ഇത് പുത്തൻ സാരിയാണ്. ഇതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഈ സാരി ഓരോന്നും പൊട്ടിക്കുന്നത്. കാരണം ഇത് ബണ്ടിൽ ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പം ഇയർ എൻഡിങ് ക്ലിയറൻസ് സെയിൽ എന്ന് പറഞ്ഞ് ഇയർ എൻഡിങ് ആയതുകൊണ്ട് എല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് വിടുന്നതാണ്. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു അജ്രക്ക് പ്രിന്റ് മുന്താണി. ബ്ലൗസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ബ്ലൗസ് ഉണ്ടോയെന്ന് അറിയത്തില്ലെന്നല്ല, ബ്ലൗസ് ഉണ്ട്. ഇതാണ് ബ്ലൗസ്. പ്ലെയിൻ വന്നിട്ട് നല്ല 6 പ്രിന്റ് വരുന്ന ഒരു സെമി സിൽക്കി, സിൽക്ക് എന്ന് പറയാം, 100% സിൽക്ക് എന്ന് പറയത്തില്ല, ഒരു സിൽക്കി ആയിട്ടുള്ള ഒരു സ്റ്റഫ്. എനിക്കിതിൻ്റെ സ്റ്റഫ് എന്നാന്ന് എനിക്ക് അത്രയ്ക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. കാരണം ഇത് സിൽക്കാണോ എന്ന് ചോദിച്ചാൽ സിൽക്കാണ്. കോട്ടൺ ഇപ്പം ഇതിനകത്ത് ശരിക്കും മിത്തലെല്ലാം അടിച്ചു വന്നിരിക്കുന്നത് നല്ലൊരു ശതമാനത്തിന് ഹാൻഡ്ലൂം സിൽക്ക് എന്നാണ്. പക്ഷേ ഇതിൻ്റെ സ്റ്റഫ് പിടിച്ചിട്ട് എനിക്ക് ഹാൻഡ്ലൂം സിൽക്കാന്ന് തോന്നുന്നില്ല. ഒരു സോഫ്റ്റി സിൽക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കോട്ടൺ സിൽക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇതാണ് 1ാമത്തെ സാരി. ഇത് അതിൻ്റെ അടുത്ത കളർ. ഇതും ഈ പറഞ്ഞ പോലെ ഒറ്റ പീസേ ഉള്ളൂ. സിംഗിൾ പീസ് ആയതുകൊണ്ട് മാത്രമാണിത് ഓഫർ സെയിൽ വന്നിരിക്കുന്നത്. ഇത് വീഡിയോ സ്കിപ്പാക്കിയിട്ട് കണ്ടിട്ട് പിന്നെ ചോദിക്കുക റീസ്റ്റോക്ക് കൊണ്ടുവരുമോ എന്നൊക്കെ. റീസ്റ്റോക്ക് കൊണ്ടുവരത്തില്ല. നമ്മൾ ഓഫർ സെയിലിൽ വിൽക്കുന്നത് തന്നെ എന്തിനാണ്? അത് സ്റ്റോക്ക് ഔട്ട് ആക്കാനല്ലേ. പിന്നെ അതിൻ്റെ റീസ്റ്റോക്ക് കൊണ്ടുവരുമോ? ആഷ് കളർ, നല്ല ഡാർക്ക് ആഷ്,
വിത്ത് ക്രീം പർപ്പിൾ. ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ബ്ലൗസ് ഇടാതെ നിങ്ങൾ ഇതിനൊരു ക്രീമിൻ്റെ ഒക്കെ നമ്മൾ റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിച്ചിട്ടുള്ളവരുണ്ടല്ലോ, ഇത് വേണമെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അറിയത്തില്ല, വെച്ച് മാച്ച് ചെയ്ത് നോക്കുക, അപ്പോൾ അറിയാം നല്ലതായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരു ബ്ലൗസും കൂടെ വെച്ച് നോക്കിയാൽ നമുക്കത് കറക്റ്റ് അറിയത്തുള്ളേ. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ബ്ലൗസ് ഇതും പ്രിൻറ്റഡ് ആണല്ലോ, നല്ല ഭംഗിയാണ്. പ്രിൻറ്റഡ് ബ്ലൗസ് ഇടുന്നതായിരിക്കും നല്ലത്. ഇതിന് പ്ലെയിൻ ബ്ലൗസ് ഇടുന്നതിലും കുറച്ചും കൂടി എടുപ്പ് കിട്ടുന്നത് പ്രിൻറ്റഡ് ബ്ലൗസ് ഇടുമ്പോഴായിരിക്കും എന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ. പിന്നെ ഞാളെ എളിയ അഭിപ്രായം കേട്ടോ. എന്നെ പറയട്ടെ, തന്നെ പറയും തന്നെ ചിരിക്കും അല്ലേ, അങ്ങനല്ലേ? തവിട്ട കളറ്, ഇതെന്നെ കളറാ പറയൂ, കളർ പറയൂ, സമ്മാനം നേടൂ. ബ്രൗൺ. അടുത്തയാള് പറയൂ. എൻ്റെ പൊന്നോ, ഇത് ബ്രൗണോ? മുറുക്ക ചോദിച്ചാൽ ഞാനും പറയും ബ്രൗൺ. ഇത് ബ്രൗൺ അല്ല, ഇത് ബിസ്ക്കറ്റ് കളർ. ഇതോ കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ബിസ്ക്കറ്റ്, സ്ട്രോബെറിയുടെ ഒക്കെ ബിസ്ക്കറ്റ് ഇല്ലേ, അതിന് എന്നാ കളറ്? അത് കെട്ടിട്ടില്ലാത്ത പോലെ ചിരിക്കുന്നു. ഇത് ബിസ്ക്കറ്റ് കളർ കേട്ടോ, ചിരിക്കാനൊന്നുമില്ല. ഇവിടെ ഉള്ളവർക്കൊന്നും, ഇവിടെ ഉള്ളവർക്കില്ലേ, ഇവിടെ ഉള്ളവർക്കൊന്നും കളർ അറിയത്തില്ല. സത്യം പറയുക, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ കളറെല്ലാം. അയ്യോ, ഇത് ബിസ്ക്കറ്റ് അത് കേട്ടിട്ട് പൊട്ടിച്ചിരിക്കുന്ന ഇവിടുത്തെ മനുഷ്യർ. ബിസ്ക്കറ്റ് കളറിന്റെ ഒരു ഡാർക്ക് കളർ കേട്ടോ, അതാണിത്. ബിസ്ക്കറ്റ് എന്ന് പറയാം, പാർലേജി ഒക്കെ ബിസ്ക്കറ്റ് ഇല്ലേ, ആ ബിസ്ക്കറ്റിന് ഡാർക്ക് കളർ. അതിൽ ചോക്ലേറ്റും കൂടെ കൂട്ടി ഒഴിച്ചെടുക്കുന്ന നമ്മുടെ മിലാനോയോ അതിൻ്റെയൊക്കെ മിലാനോയുടെ കളറല്ലോ കേട്ടോ, അതിൻ്റെ വേറെ കളറേ മസ്റ്റാർഡ്. എന്നാന്നറിയോ, ഇതേ കൂടി ഇങ്ങനെ വേറൊരു വീവിങ്ങും കൂടെ പോകുന്നുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു വേറൊരു വീവിങ്ങും കൂടെ പോകുന്നുണ്ട്, വേറൊരു കളർ മിക്സ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് മസ്റ്റാർഡ് യെല്ലോ ആണെങ്കിലും ആ ഒരു ഇതും കൂടെ പോകുന്നതുകൊണ്ട് കറക്റ്റ് നമുക്ക് ആ കറക്റ്റ് കളറാന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, അങ്ങനല്ലേ? ബ്ലൗസ് കാണിക്കണ്ടല്ലോ, ഇതാണ് ബ്ലൗസ്. ഇതുണ്ട്, ഈ സാരി ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് പൊട്ടിച്ചത്. ഇതിൻ്റെ കവറ് പോലും അടുത്തത് ഇതേ പൊട്ടിച്ചത് തിരിഞ്ഞു പോയത്, അതുകൊണ്ടാണ് തിരിച്ച് കാണിക്കുന്നത്. ഇത് മുന്താണി. ഒരു സാരി ഫോളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടേ അങ്ങോട്ട് ഉടുക്ക്, നല്ല ഭംഗി. സാരി കൂടെ വെച്ചിട്ട് ഉടുക്കണം. സാരി കൂടെ വെച്ചിട്ട് കൊടുത്താൽ നിങ്ങളിപ്പോൾ 800 രൂപയുടെ സാരി എടുത്താൽ 1600 രൂപ എന്ന് തോന്നും. ഇത് അടുത്ത സാരിയെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ സ്റ്റഫ്. ഒരു ബോർഡർ ഉണ്ട്, ആഷ് കളറാണ്. ഇങ്ങനെ താഴേക്കെന്നല്ല, ഇങ്ങനെ ഒരു ചെറിയ ഹൊറിസോണ്ടലി അങ്ങനെ ഏത് രീതിക്ക് അതിൻ്റെ ഇതുപോലെ കൊടുത്ത് വരുമ്പോൾ വർത്തിക്കലായിട്ടാണോ പോകുന്നത്? വർത്തിക്കലല്ല, ഇങ്ങനെ പോകും അല്ലേ? ഇങ്ങനെ കൊടുത്ത് വരുമ്പോഴത്തേ ഞാൻ ചോദിച്ചേ. ഇനി മുന്താനി ഉണ്ടോ ചേട്ടാ? സാരി ചേട്ടനാണോ ചോദിക്കുന്നത്? ഇതൊക്കെ മിണ്ടുമായിരുന്നു ഇതല്ലായിരുന്നു അല്ലേ? തിരിഞ്ഞു പോയി, പൊട്ടിച്ചത് വീണ്ടും തിരിഞ്ഞു പോയി. ഞാൻ എന്നറിയാം, ഒരു വശത്തെ ഇത് പൊട്ടിക്കുന്നതും മറ്റേ വശം പൊട്ടിക്കാതിരിക്കണത് ഫോൾഡ് ചെയ്യാൻ നല്ല എളുപ്പമുണ്ട്. ഇത് വരും മുന്താണിയെ. അടുത്തതിൻ്റെ ഞാൻ ചുവ കാണിക്കാം കേട്ടോ. ഇതുണ്ട്, ഇതിൻ്റെ സ്റ്റഫ് കാണിക്കാം. ഇതാണ് സ്റ്റഫ്. ഒരു ചെറിയ ഗ്ലോ ഉണ്ട്. ഷിഫോൺ അല്ല കേട്ടോ, ഒരു കാരണവശാലും ഷിഫോൺ അല്ല. ഒരു ചെറിയ സെമി സിൽക്കി മെറ്റീരിയൽ. ഈ കാണിച്ചതിനകത്ത് ഒന്നും ഷിഫോണും ഇല്ല, ജോർജറ്റും ഇല്ല, കാണിക്കാൻ പോകുന്നതിലും ഇല്ല, കാണിച്ചതിലും ഇല്ല. ഈ ഒരു സെമി സിൽക്കി മെറ്റീരിയൽ. ഞാൻ പറഞ്ഞിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഇതിനകത്ത് ഒരു 10-30 രൂപ കൊടുത്ത ഒരു ലൈനിങ്, ഒരു സാരി ഫോൾ മേടിച്ചിട്ട് ഇത് സാരി ഫോൾ ഒന്നേ സ്വന്തമായിട്ട് വെക്കുക, അല്ലെങ്കിൽ വേറെ വയ്ക്കുക. ഈ സാരിക്ക് ഡബിൾ ആയിട്ടുള്ള ഒരു ഭംഗി തോന്നിക്കും, ഉറപ്പ് കാര്യമാണ്. ചുമ്മാ ഇങ്ങനെ ഉടുക്കരുത് എടുത്ത്. ഇപ്പം റേറ്റ് കുറഞ്ഞ ഡിസ്കൗണ്ട് സൈഡിൽ കിട്ടിയതാന്നുള്ള കാര്യമേ മറന്നേരെ. കാരണം അത്ര പുതിയ സാരിയാണ്, 425 രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അങ്ങനെ ആക്കരുത്. നല്ല അതിന് ചേരുന്ന ഒരു ബ്ലൗസും, ഇതിൻ്റെ ബ്ലൗസ് ഉണ്ട് പ്ലെയിൻ, ഇതാ സെൽഫ് പ്രിന്റ് ബ്ലൗസും ഒക്കെ ഇട്ടിട്ടേ എന്നെ എടുക്കണം. നല്ലൊരു ആഷ് കളറുള്ള പേളുമാലയോ മുത്തുമാലയോ ഒക്കെ വാങ്ങിച്ചിട്ട് അടിയിൽ നിന്ന് പൊട്ടിക്കണം, താഴെ നിന്ന് ഇവിടെ പൊട്ടിക്കണം. ഞാൻ വെച്ചിട്ട് ഉണ്ടല്ലോ ഉടുക്ക് തനിഷ്ടം വേറെ സാരി ആയിട്ട് വന്ന് പറ്റും. ഇതിനകത്ത് ഇപ്പം കളർ പറഞ്ഞ കോഫി കളറുണ്ട്, ചോക്ലേറ്റ് കളറുണ്ട്, വൈറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ് കളറുണ്ട്. ഇങ്ങനെ ഒരു ബോർഡറും ഉണ്ട്. ബോർഡറുണ്ട് കേട്ടോ. ഇത്ര ഒബ്രോട്ട് കാണിക്കും ബോർഡർ. ഒരു ബോർഡർ ഉണ്ട്, കോഫി ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു ഒനിയൻ്റെ ഒരു ഷെയ്ഡുണ്ട്. അങ്ങനെ 2-3 ഷെയ്ഡാണ് ഇങ്ങനെ വരുന്നത്. എന്തോ ഇങ്ങനെ തിരിച്ചാൽ മതി. അപ്പോൾ ആ ഒരു പൊട്ടിയിൽ പോയിട്ടുമില്ല.
അല്ല ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ, ടീ ബ്ലൂ. അതായത് ഇവിടെ പൊട്ടിക്കണം അല്ലേ. ബ്ലൗസ് പ്ലെയിൻ ആണ്, പക്ഷെ സെൽഫ് പ്രിന്റ് ഉണ്ട്. ചെറിയൊരു സിൽക്കി കേട്ടോ, നല്ലതാ. ഫംഗ്ഷനൊക്കെ വേണമെങ്കിൽ, ചെറിയ ഫംഗ്ഷനൊക്കെ വേണമെങ്കിലും കൊടുക്കാം. ബ്ലൗസ് ഇതിന്നത്തെ കാണിക്കുന്ന എല്ലാം ഈ സോഫ്റ്റ് സിൽക്കി ആയിട്ടുള്ള ഒരു സ്റ്റഫ് ഉള്ളതാണ്. ഷിഫോൺ അല്ല, കോട്ടണും അല്ല. കോട്ടൺ സിൽക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ശരിക്കും ഹാൻഡ്ലൂം സിൽക്ക് എന്ന് ഒത്തിരി എണ്ണത്തെ അടിച്ചു വരുന്ന, ഇത് നോക്കിയില്ല. ഹാൻഡ്ലൂം സിൽക്ക് എന്ന് ഒത്തിരി എണ്ണത്തെ അടിച്ചു വന്നിരിക്കുന്നുണ്ട്. എനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്ക് അറിയത്തില്ല. ആയിരിക്കാം ചിലപ്പോൾ ഹാൻഡ്ലൂം സിൽക്കിന്റെ കോപ്പിയോ അല്ലെങ്കിൽ പ്യുവർ ഹാൻഡ്ലൂം സിൽക്ക് ഈ റേറ്റ് കിട്ടാൻ പറ്റത്തില്ല. ഇതിന്റെ ആക്ച്വൽ പ്രൈസ് ഞാൻ പറഞ്ഞില്ല. ആക്ച്വൽ പ്രൈസ് 860 രൂപ കേട്ടോ. 860 രൂപയുടെ സാരിയാണേ. മുന്താണി വന്നിട്ട് ഇങ്ങനെ, ആദ്യമേ പറയണമായിരുന്നു. ഇത് വരും ബ്ലൗസ്, ലൈൻസ് താഴോട്ട് പോകുന്ന ബ്ലൗസ്. അജ്രക്കിന്റെ കൂട്ട് പ്രിന്റാണ്. ഇതാണ് ഇതിന്റെ കളർ. ഇങ്ങനെയാണ് ഇതിന്റെ. വേറെ പല കളറിലാണ് വരുന്നത്. ഇതിപ്പോ ഒരു ആഷ് ഉണ്ട്, കോഫി കളറുണ്ട്, ചോക്ലേറ്റ് കളറുണ്ട്, അങ്ങനെ 2-3 കളറുകളാണ്. ഇങ്ങനെ സ്ക്വയർ ആയിട്ട് പോയിട്ട് ഒരു അജ്രക്ക് പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റ്. ഇനി അടുത്തത് വന്നിട്ട് ഇതാ. ഇതിന്റെ എല്ലാം ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 860 രൂപ. 425 രൂപയാണ് ഇപ്പൊ കൊടുക്കുന്ന വില. ഇതിലും മെറൂൺ ഉണ്ട്, മസ്റ്റാർഡ് യെല്ലോയുടെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. അതിങ്ങനെ സ്ക്വയർ ആയിട്ട് ചെയ്തിരിക്കുക. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ബ്ലൗസ് ഇത് വരും ബ്ലൗസ്. നല്ല സോഫ്റ്റ് ആട്ടോ. ഇതുണ്ടോ, ഭയങ്കര സോഫ്റ്റ് ആണ്. കാണുന്ന പോലെ പടുപടാന്ന് നിൽക്കുന്ന അങ്ങനത്തെ അല്ല. ഈ മെറ്റീരിയൽ മുഴുവൻ, ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആണ്. അടുത്തത് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ, അതായത് എന്നാ ഒരു പേര് പറയുന്നത്, പൊട്ടിച്ച മാർപ്പി. ചെക്ക് ഇല്ലേ, ചെക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് മുന്താണിയെ. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പർപ്പിൾ ഉണ്ട്. മൂന്ന് സ്ക്വയറുകളാണ്. ബ്ലൗസ് വന്നിട്ട് ആ ഒരു ഗ്രീൻ ആണ് എടുത്ത് നിൽക്കുന്ന കളർ. നല്ല സോഫ്റ്റ് ആട്ടോ. ഇതിന്റെ സ്റ്റഫ് ഭയങ്കര നല്ല സ്റ്റഫാണ്, ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് ഇപ്പം വലിയ പണിയൊന്നും ചെയ്യണ്ട. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 കളറുണ്ടോ, 5 പീസേ ഉള്ളൂ ഇത് കേട്ടോ. വേറെ ഒരു പീസും കൂടെ ഇല്ല ഇതിനകത്ത്. നമുക്കേ വലിയ പണിയൊന്നും എടുക്കണ്ട. കാരണം എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. റഫ് യൂസിനൊന്നും കുഴപ്പമില്ല. സ്റ്റാർക്കൊന്നും ചെയ്യുമൊന്നും വേണ്ട. പർപ്പിൾ ഉണ്ട്, മെറൂൺ ഉണ്ട്, ബ്ലൂ ഉണ്ട്. അങ്ങനെ 4 കളറിലുള്ള സ്ക്വയർ. അജ്രക്ക് പ്രിന്റ് സാരി കൊടുത്ത പോലെ തന്നെ ഇരിക്കും. ബ്ലൗസ് വരുമ്പോൾ ഈ ലൈൻസ് കളറിൻ്റെ ഉണ്ട്. ഇനി അവിടെ സാരി ഇരിപ്പുണ്ടോ, ഒലീവ് ഗ്രീൻ്റെ ഡാർക്ക്, അല്ലെ ചെറുപയർ വച്ച വേറൊരു ബ്ലൂ, വേറൊരു പർപ്പിൾ, അത്രയും കളേഴ്സാണ്. കണ്ടു. ഇനി വേറൊരു സാരി കാണിക്കാം കേട്ടോ. ഇതെല്ലാം സ്റ്റഫ് ഏകദേശം ഒന്നാണ്. ഒരു സോഫ്റ്റ് സിൽക്ക് ആയിട്ടുള്ള ഇത് കണ്ടോ, ക്രീമേല് ഇങ്ങനെ ഒരു ഡിസൈൻ, പിന്നെ ഒരു ബോർഡറും. പിടിച്ച് കൂട്ടിങ്ങ ക്യാമറ ഇട്ടിട്ട് പോട്ടെ. മുന്താണി വരുന്ന ഇങ്ങനെ ഒരു നല്ലൊരു ബ്ലൂ, ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ടോ, വീതിയുള്ളൊരു ബോർഡർ. താഴത്തെ ബോർഡറും മുകളിലത്തെ ബോർഡറും ഒരേ ബോർഡറാണ്. ഇങ്ങനെ വരും.
ഇത് വരും മുന്താണി. ബ്ലൗസ് ഇത് ആ താഴെ അതിൻ്റെ കൂടെ പോകുന്ന പ്രിൻ്റില്ലേ, ആ പ്രിൻറ്റിൻ്റെ കളർ. അതിന് 3 കളറുണ്ട്. ഒലീവ് ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. ഇതിൻ്റെ വില നോക്കട്ടെ. 860, 425. 860ൻ്റെ പകുതി അല്ലേ? പകുതി വരുമോ? പകുതിയിലും താഴെ അല്ലേ? 425 ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ്. ഇതിൻ്റെ ശരിക്കുള്ള റേറ്റ് 860. ഇതൊക്കെ സെമി ഫങ്ഷൻ വെയറായിട്ട് ഒത്തിരി പേര് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ ഇതിനകത്ത് ചിലതെല്ലാം ഓൺലൈനിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കണ്ട സാരി ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ടുള്ളതിൻ്റെ ആദ്യം വന്നതൊക്കെ കണ്ടോ. നല്ല സോഫ്റ്റ് ആട്ടോ, ഇങ്ങനെ തൊടുമ്പോഴേ നല്ല ഇതുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിന് കനം ഉണ്ട്, ഇത്രയും കനമേ ഉള്ളൂ. പക്ഷെ ഷിഫോൺ അല്ലാതാനും. ഇപ്പോൾ ഒത്തിരി മെറ്റീരിയലുകൾ ഇറങ്ങുന്നുണ്ട്. എന്തൊക്കെയോ തമ്മിൻ്റെ ഇപ്പം ചന്തേരിയുടെയും കോട്ടൻ്റെയും അല്ലെങ്കിൽ ലിനൻ്റെയും ഇങ്ങനെ പല മിക്സായിട്ടുള്ള അല്ല ആഷിൻ്റെ ഒരു ഷെയ്ഡ്, അങ്ങനെ പല ഇതിൻ്റെ മിക്സായിട്ടുള്ള ഇത് വരും. ഈ ഷെയ്ഡാണ് ടീൽ ബ്ലൂ ആഷും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. ടീൽ ബ്ലൂ നേവി ബ്ലൂ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം. ഈ സ്പീഡ് എടുക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ പറയുന്നത് എനിക്ക് വേണ്ടത്. എങ്ങോട്ട് തന്നെ ബാറ്ററി ലോയാണ്, നടക്കുമായിരുന്നു. ഇതിൽ ഒരു കെട്ട് സാരി കൊണ്ട് ഉണ്ടോ എന്ന് എനിക്ക് നോക്കുന്നുണ്ട്. ഇത് അടുത്ത സാരി. സെയിം സ്റ്റഫ്, സെയിം മെറ്റീരിയൽ, സെയിം പ്രൈസ്. പ്രിന്റും ഡിസൈനും മാത്രം വ്യത്യാസം. നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഡാർക്ക് മെറൂൺ വരുമ്പോഴത്തേനും എന്നിട്ട് ഇതിൽ കൂടി ഇങ്ങനെ ഒരു എന്നാ പറയുന്നത് ടൈ ആൻഡ് ഡൈ ചെയ്ത പോലത്തെ ഒരു സ്റ്റഫാണ്. പക്ഷെ ടൈ ആൻഡ് ഡൈ അല്ല. ഇത് മുന്താണിയാണോ ബ്ലൗസാണോ? മുന്താണി. ഇത് മുന്താണിയേ. ഈ കാണുന്നത് മുന്താണി, വേറൊരു ഡിസൈൻ. ഇത് വരും ബ്ലൗസ്. കണ്ടോ, നല്ല ഡാർക്ക് മെറൂൺ ബ്ലൗസ് വരുന്നത്. ആ ബോർഡറുമായിട്ട് കോമ്പിനേഷൻ ആയിട്ടുള്ള ബ്ലൗസ് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് തന്നെ ബ്ലൗസ് ആയിട്ട് വരും. ഗ്രീൻ, ബാറ്ററി തീർന്നെങ്കിൽ ബാറ്ററി ചാർജ് ചെയ്തിട്ട് വീണ്ടും എടുക്കും, അത്രേ ഉള്ളൂ. അത് ബാറ്ററി തീർന്നെന്ന് പറഞ്ഞ് ഉഴപ്പി കാണിക്കുന്നത് ശരിയാണ്. സ്പീഡിൽ കാണിച്ചോളും പറയാം എന്നോട്. എന്നോടൊക്കെ ബാറ്ററി ഒക്കെ കുത്തിയെടുത്തില്ലായിരുന്നു. ഒക്കെ എന്നെ പരിപാടി ഇവിടെ എന്നാ കളറ്? ചോക്ലേറ്റ്. ഒരു കളറ് പറഞ്ഞു തരാൻ പോലും ഉപകാരമില്ലല്ലോ. ചെയ്യാം. ഹായ്, നല്ല കളർ. ചോക്ലേറ്റും മസ്റ്റാർഡിൻ്റെ ഒക്കെ എന്തോ ഒരു കളറാണ് കേട്ടോ. ചെറുപയറിൻ്റെ കളറോ അങ്ങനെ എന്തൊക്കെയോ ഒരു കളർ കേട്ടോ. ഈ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസ് വരുമ്പോൾ എന്നെ രസമായിരിക്കും എന്ന് ഓർത്ത് നോക്കി. ഇതാണ് മുന്താണി. ബ്ലൗസ് ദോണ്ടേ. ഇത് ദോണ്ടേന്ന് പല നാട്ടുകാരിരുന്ന് പല രാജ്യങ്ങളിലിരുന്ന് പല അതുള്ളവർ കേൾക്കുന്നതാണ് എൻ്റെ വർത്തമാനം ഭാഷയും കേട്ടിട്ടോ. ഇവള് ഏത് എന്തൊരു നാട്ടുകാരി. എനിക്ക് ഓരോ സമയത്ത് ഓരോ ഭാഷ ചിലപ്പോൾ തൃശ്ശൂർ. എനിക്ക് ഏറ്റവും ഇഷ്ടം തൃശ്ശൂർ കണ്ണൂർ ഭാഷയൊക്കെ കേൾക്കാൻ. ഭയങ്കര എന്നെ കൊടുത്തിനി അങ്ങനെയൊക്കെ കേൾക്കുന്ന നല്ല രസം. ആഷും വൈറ്റും ഡാർക്ക് ആഷും ലൈറ്റ് ആഷും ടീൽ ബ്ലൂ എല്ലാം കൂടെ കളറിൻ്റെ ഒരു കളർ കേട്ടോ. ഇതാണ് ബോർഡർ. ബ്ലൗസ് വന്നിട്ട് ഇത് ടീൽ ബ്ലൂ. ഇനി ഒരു സെറ്റും കൂടെ കാണിക്കാനുണ്ട്. ബാറ്ററി നിൽക്കുമോ? 7, 7, 4, 28 എണ്ണം പറയാം സാരിയുടെ. ഇതാ അടുത്ത ഷെയ്ഡ് കേട്ടോ. സ്റ്റഫ് സെയിം, മെറ്റീരിയൽ സെയിം, സ്റ്റഫ് സെയിം, മെറ്റീരിയൽ സെയിം, പ്രിന്റും ഡിസൈനും റേറ്റ് സെയിം. പ്രിന്റും ഡിസൈനും മാത്രം വ്യത്യാസം. ഒരെണ്ണം കിട്ടിയില്ല എന്ന് ഓർത്ത് വിഷമിക്കണ്ട, അടുത്തത് വാങ്ങിച്ചോ. എല്ലാം ഒരു മെറ്റീരിയലിൽ വരുന്ന സാരീസാണ്. ഞങ്ങൾ അങ്ങനെയാണ് ഇതിനടുത്ത് വെച്ചത് മൊത്തം. ഇത് വരും മുന്താണി. നല്ലൊരു മെറ്റീരിയൽ കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടാണ്. കണ്ടാലൊരു വൃത്തിയും ഭംഗിയും മെനയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വൈറ്റ് കൂടെ ഇതിപ്പോൾ വന്നിട്ടേ പീച്ചിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡോ ബ്രിക്കിൻ്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡോ അങ്ങനെയൊക്കെ ഒരു കളറാണ്.
ബ്ലൗസും അതേ ഇത് മുമ്പേ കാണിച്ച സാരി, ഇപ്പം ഇതിന് തൊട്ട് മുന്നേ കാണിച്ച സാരി തന്നെ, സാരിയുടെ തന്നെ ഡിസൈനിൽ വ്യത്യാസം മാത്രം. ഇത് എക്സ്ചേഞ്ച് ഇല്ല, റിട്ടേൺ ഇല്ല, റീഫണ്ട് ഇല്ല, അതിൻ്റെ യാതൊരു ആവശ്യവും വരത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് റിഡക്ഷൻ സെയിലാണ്, നമ്മുടെ ലാഭങ്ങളൊന്നും എടുക്കാതാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കണം, നമുക്ക് വീണ്ടും അതിൻ്റെ പേരെ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഞാനിത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എടുത്തവരുടെ ഫീഡ്ബാക്ക് എന്താ വരാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. നല്ല ഫീഡ്ബാക്ക് മാത്രമേ ഇതിന് വരുള്ളൂ എന്ന് 100% ഷുവറിറ്റി എനിക്കുണ്ട്. ലീഫ് ഡിസൈന് ഇങ്ങനെ ബോർഡർ, മസ്റ്റാർഡിൻ്റെ ഒരു ഷെയ്ഡ്, മസ്റ്റാർഡിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. കറക്റ്റ് മസ്റ്റാർഡ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഡൈ ഞാൻ തോന്നും, ഒരു ഗ്രീൻ്റെ ഒരു ഷെയ്ഡ്. എല്ലാം നല്ല സാരിയാന്നേ, എന്നാ രസമാണെന്നറിയോ സാരി. ശരിക്കും ഞാൻ പറയുന്ന നിങ്ങളെ റിഡക്ഷൻ സൈഡിൽ ഈ 420 രൂപയ്ക്ക് സാരി എടുപ്പിച്ച് എനിക്ക് ഒരു നിർബന്ധിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് ഷോപ്പിംഗ് ഞാൻ റിഡക്ഷൻ സൈഡിൽ വെച്ചാൽ പോലും കാരണം ഡയറക്റ്റ് വന്ന് വരുന്ന ആൾക്കാർ പുല്ല് പോലെ ഇതെടുത്തോണ്ട് പോകും. അങ്ങനെ അത്രയ്ക്ക് കാണാൻ നല്ല, ഡയറക്റ്റ് കാണുമ്പോഴാണല്ലോ അത് മനസ്സിലാകുന്നത്. എനിക്ക് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, പണ്ടായിട്ട് പോലെ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോകുമെന്ന് പറയുന്നല്ല, അങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എത്രയ്ക്ക് നല്ല സാരി അത്, ധൈര്യമായിട്ട് വാങ്ങിച്ചോ. ഞാൻ മടുത്തു കേട്ടോ, മടുത്തു. ഒറ്റ സാരി ഞാൻ ഹാൻഡ്ലൂം സിൽക്കിൻ്റെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ വേറെ 2 സാരി ഉണ്ട്, ഞാനത് അതിൻ്റെ 2 കാണാതെ കിടന്നു, അതൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനെന്തോരം ഓർഡർ വന്നെന്ന് നമുക്കറിയത്തില്ല. എന്നോടൊരു 15,000 പ്രാവശ്യം പലരും പേഴ്സണലി വിളിച്ചു ചോദിച്ചു അതെങ്ങനെ ഇത് കിട്ടുമെന്ന്. പക്ഷെ ഞങ്ങൾ കണ്ടില്ല, 2 അവിടെ ഇരിക്കുന്നത്, 2 കിട്ടിയിട്ടുണ്ട്. 2 കൂടി ഞാൻ കാണിച്ചത് ഏതാണ് വേഗം ആദ്യം മേടിച്ചു. ഹാൻഡ്ലൂം സിൽക്ക് ഇതാണ് സാധനം. ഒരു പാരറ്റ് ഗ്രീനും ഇങ്ങോട്ടൊരു ലൈറ്റ് ഷെയ്ഡും, മുന്താണി വന്നിട്ട് ദേ ഈ ഷെയ്ഡ്, അത് തന്നെ ബോർഡറിനും വരും. അയ്യോ തിരിഞ്ഞു പോയി. അതിന് തന്നെ ബോർഡറും വരും, അത് തന്നെ ബ്ലൗസും വരും കേട്ടോ. ഇതാണ് ബ്ലൗസും, മുന്താണി, ബോർഡർ ഒരേ സാധനം. ഒരേ സാധനം എന്ന് പറയുമ്പോൾ നല്ല രസമല്ലേ. മുന്നേ നിന്നൊന്നും ക്യാമറയും കൊണ്ട് മാമിക്കായിരുന്നു എനിക്ക് തോന്നായിരുന്നു. കുറുക്കന്നെയാണ് കോഴിക്കോട്ടിലാന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണ് എപ്പോഴും കണ്ണടിക്കാത്ത. എന്നാ നല്ല സാരി നോക്ക് നിങ്ങൾ. പൊട്ട സാരി, ഇത് കണ്ടോ, പൊട്ടിച്ചിട്ടില്ല, ഞാനാണ് പൊട്ടിക്കുന്നത്. ഈ സാരിയുടെ പൊട്ടിക്കൽ കർമ്മ ഉപകരിച്ചിരിക്കുന്നത് വിദ്യാബാബു. ഗ്രീൻ പീച്ചും വേറെ ഷെയ്ഡ്, നല്ല പഴയ ബിന്നി സിൽക്കിൻ്റെ സാരി എടുത്ത് വിളിച്ച പോലെ ഉണ്ട്. സത്യത്തിൽ ഈ സാരി എല്ലാം കാണുമ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഒഴുക്കനാണ്, കുറെ കൂടെ സോഫ്റ്റാണ്, അങ്ങനെയൊക്കെ ഉള്ളൂ. അതിപ്പോൾ വില 4,000 അന്നത്തെ കാലത്ത്, അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെന്ന് പറയുമ്പോൾ ഒത്തിരി പഴയൊന്നും അല്ല, ഞാൻ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. എന്നാലും കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷമാകാൻ പോകുന്നു, അത്രയേ ഉള്ളൂ പ്രായം. അപ്പോൾ ഉണ്ടല്ലോ, അന്നത്തെ കാലത്ത് 10,000-4,000 രൂപയാവുന്ന സാരിയായിരുന്നു ഈ ബിന്നി സിൽക്കിൻ്റെ സാരി എന്ന് പറഞ്ഞാൽ. അതുമായിട്ട് നല്ല ഒരു ഇത് നല്ലതെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാലേ എന്നെ വല്ലൊരു ചീത്ത വിളിച്ചെങ്കിലെന്ന് ഓർത്ത് ഞാൻ പറയും. നല്ല സാമ്യത ഒറ്റ കാഴ്ചയ്ക്ക്, പിടിച്ചു നോക്കിയിട്ടൊന്നും അല്ല, ഒറ്റ കാഴ്ചയ്ക്ക് അയ്യോ ഇല്ലേ എൻ്റെ മുന്താണി ഇതേ സാരിയൊക്കെ നിലത്ത് കിടക്കുന്നു. പക്ഷെ മുന്താണി ഇതില് എന്നത്തിനാണോ ഇതിനെയൊക്കെ മുന്നേ നിർത്തിയിരിക്കുന്നത്, ഒരു കാര്യമില്ല. സാരി നിലത്ത് പോയി, ക്യാമറ നിൽക്കുന്ന ഓടി ഒന്നും എടുക്കാനും പറ്റത്തില്ല. ഉണ്ടോ, നല്ല സോഫ്റ്റ് സ്റ്റഫ്. ഇനിയാ ഈ ഹാൻഡ്ലൂം സിൽക്കിൻ്റെ വേറെ സാരി ഞാൻ കാണിച്ച, ഒരു മിനിറ്റ് നോക്കിയത്. ഇതേ ഈ സാരി കാണുമ്പോൾ പലരും ചോദിക്കും, ഇതെല്ലാം നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ മലയാളത്തിൽ ഇങ്ങനെ ചോദിക്കും, എന്നെ നോക്ക്, ഞാൻ മലയാളത്തിൽ തന്നെയല്ല ചോദിച്ചത് ഈ സാരി ഉണ്ടോ എന്ന്. ഇപ്പം നിങ്ങൾക്ക് ഈ സാരി എവിടെ നിന്ന് വന്നു ചോദിക്കുന്ന ഒരു 100 പേരെങ്കിലും കാണും. കാരണം അത്രയ്ക്ക് എൻക്വയറി ആയിരുന്നു ഈ സാരിക്കല്ല, ഈ സാരിക്ക് മൊത്തം ഇപ്പോഴും അതെ. ഞങ്ങളുടെ അവിടുത്തെ ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം അത് ചോദിച്ചു, നമുക്കത് പ്രൈവറ്റ് ആക്കിയാന്നോ, വീഡിയോ പബ്ലിക് ആക്കി മാറ്റിയച്ചാലോ, അത്രയ്ക്ക് എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 2 സാരി ഞങ്ങൾ എടുത്തു വെച്ചപ്പോൾ കണ്ടില്ല, അങ്ങനെ കാണാതെ പോയി. 2 സാരി, ഒരു കളറ് മസ്റ്റാർഡ് യെല്ലോ മാങ്കോ ഡിസൈനായിട്ട്, ഒരു കളറ് ഇത് ബ്ലൂ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്കകത്ത് ഇതിനകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അന്ന് മേടിച്ചിട്ട് കിട്ടാത്തവർ ഇതെടുത്തോ, ഞാൻ അല്ലാത്തവരോട് ഇതെടുക്കാൻ പറയുന്നത്. കാരണം 2 ഉള്ളൂ. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ഇതിൻ്റെ എല്ലാം 860 അല്ലേ, 860 ആ ഒരു റേറ്റിലാണ് ഇതിൻ്റെ എല്ലാം ഒറിജിനൽ പ്രൈസ്.
425 അതാണ് ഇപ്പോഴത്തെ റേറ്റ്. പിന്നെ റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല. അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യം വരത്തില്ല. നിങ്ങൾ 101% സാറ്റിസ്ഫൈഡ് ആകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിരുന്ന് പഴകിയതോ പഴയതായതോ ഔട്ട്ഡേറ്റഡ് ആയതോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ ഓൺലൈൻ ഉള്ളതുകൊണ്ട് ഒത്തിരി കണ്ടമാനം ചില സംഭവങ്ങൾ റീസ്റ്റോക്ക് കൊണ്ടുവരും. അങ്ങനത്തെ സംഭവങ്ങൾ വരുമ്പോൾ കുറച്ച് ബണ്ടിൽസ് ഇങ്ങനെ ഇരിക്കും. അത് നമ്മൾ ഈ ആനുവൽ ക്ലിയറൻസ് ആയിട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല കേട്ടോ. ദൈവത്തെ ഓർത്ത് ഞാൻ പറയുന്നത് വേറെ ഒന്നും ആരും എടുക്കരുത്. വിദ്യ എന്തൊക്കെയോ ഈ പറയുന്നത്, അങ്ങനെ ഡിമാൻഡ്, ഇങ്ങനെ ഡിമാൻഡ്, ആ ഡിമാൻഡ്, ഈ ഡിമാൻഡ്, അതൊന്നും അല്ല. ഈ വണ്ടി ഒന്ന് ഓടിച്ചുകൊണ്ട് കൊണ്ടുപോകണ്ടേ? ഒന്നാമത്തെ ഡ്രൈവിങ് അത്ര ഓക്കെ അല്ല, ഓക്കെയാണ്, ഡ്രൈവിങ് ഓക്കെയാണ്, വണ്ടി ഓടിക്കാനേ അത്ര മിടിക്കൊന്നും അല്ല. പക്ഷെ അങ്ങ് ഓടിക്കുന്നതേ ഉള്ളൂ, ധൈര്യത്തിൻ്റെ പുറത്ത് ഓടിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് വേണ്ടിയിട്ട് പറയുന്നതാണ്. നാളെ ഒരാൾക്ക് പോലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ട് ഇത് വരരുത് എന്ന് ഓർത്തിട്ട് ഞാൻ പറയുന്നതാണ്. ഓരോ കിട്ടാതെ പോകരുത്. അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കത്തില്ല, അപ്പം തന്നെ ക്യാഷ് ഇടുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓഫർ സെയിൽ ഇനി അടുത്ത ആഴ്ച കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കുർത്തി, ചുരിദാർ സെറ്റ് ഇവയ്ക്കെല്ലാം. പിന്നെ നമ്മുടെ ഷോപ്പിൽ ധാരാളമായിട്ട് ഹോം വെയർ ഐറ്റംസ്, അല്ലെങ്കിൽ ഡെയിലി വെയർ ഐറ്റംസ്, അതുപോലെ വെസ്റ്റേൺ ടോപ്സ്, ടീഷർട്ട്സ്, ഗേൾസിൻ്റെ ടീഷർട്ട്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ, വളരെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് വളരെ വിലക്കുറയും സർപ്ലസ് ഐറ്റംസ് വന്നിട്ടുണ്ട് ഒത്തിരി. ഡയറക്റ്റ് വരുവാണെങ്കിൽ പർച്ചേസ് ചെയ്യാം. അല്ലാത്തവർക്ക് ഞാനൊരു ദിവസം വീഡിയോ കാണിച്ചു തരാം കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ, നല്ല സാധനങ്ങൾ, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ 120, 220, 320 ആ ഒരു റേറ്റിലാണ് ഒരുമാതിരി എല്ലാം തരാൻ പറ്റുന്നവർ വരിക. താങ്ക് യു.